ഗൈസ് നമ്മൾ പോർക്ക് ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതും അങ്ങ് ദൂരെ അങ്കമാലി കിലോമീറ്ററുകൾക്ക് താണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. കടയുടെ പേര് കാടിക്കാരൻ ടച്ച്. ഗൈസ് ഇന്നത്തെ വ്ളോഗിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്. ഞാനാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. നല്ല ആംബിയൻസ് ഉണ്ട്. എന്താണ് ഉണ്ണിക്കുട്ട പറയാനുള്ളത്? പൊടിച്ചേട്ടയ്ക്ക് പോർക്കല്ലായിരുന്നു പറഞ്ഞാൽ. യെസ്, ഞാനും പൊടിച്ചേട്ടൻ വെറൈറ്റി പിടിക്കാനായിട്ട് പോർക്ക് ബിരിയാണിയാണ് കഴിക്കുന്നത്. ചേച്ചി ബീഫ് അല്ലേ? പറയ്. ബീഫ്. ഉണ്ണിക്കുട്ട ചിക്കൻ. ഉണ്ണിക്കുട്ട കോഴിയാണല്ല, ചിക്കൻ ഉണ്ണിക്കുട്ടൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം ആംബിയൻസ് ഒക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടാണ് ഞാൻ. നല്ല വിശപ്പുണ്ട്. ഓക്കെ, നല്ലോണം കഴിച്ചിട്ട് കാണാം. നമ്മുടെ പോർക്ക് ബിരിയാണി വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ കേട്ടോ. പോർക്ക് ഉണ്ടോ? പിടിച്ചിട്ട് കഴിക്കി. ആദ്യത്തെ മുട്ട ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ കൊള്ളാവോ? ടേസ്റ്റിന് ഞാൻ കഴിക്കാം. പിടിച്ച് പോർക്കാണ്. ഇങ്ങനെ വായി വെച്ചിട്ട് അലുത്ത് കൊണ്ട് അലുവ കഷ്ണം ബീഫ് വന്നേ. ക്യാമറ ടു ക്യാമറ ലോകങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടി. കഴിക്കാൻ പോവാണ്. റൈസ് കൂട്ടി എല്ലാം വേണമെങ്കിൽ മുട്ടയുണ്ട്. മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇച്ചിരി ഇതിട്ട് എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കശുവണ്ടിയൊക്കെ എടുത്ത് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോർക്ക് വ്ളോഗ് റോളിംഗ് ആണ്. പക്ഷെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോർക്ക് ഫ്രൈ ആണ്. നല്ല അടിപൊളി ഫ്രൈ ആണ്. കഴിച്ചിട്ട് എന്താ പറയാം, ഒരു പീസ് കഴിക്കാം. നല്ല ഫാറ്റോട് കൂടിയാണ്. ഫാറ്റ് മാത്രമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ബിരിയാണിയിലുണ്ടായിരുന്ന അതിൻ്റെ അത്ര വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് മന്തി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നെ കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിലായി. അപ്പോൾ ഇതാണ് കടയുടെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ. അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ. കൊള്ളാം, മൊത്തത്തിൽ കടയും കൊള്ളാം, ആംബിയൻസും കൊള്ളാം, ഫുഡും കൊള്ളാം. ഞാനൊരു യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ട് ഞങ്ങളിന്ന് അങ്കമാലി വരെ ഒരു ആവശ്യത്തിൽ വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ കട കാണുന്നത്. യൂട്യൂബിൽ ടിഷ്യൂ പേപ്പർ പറയണ പറ്റണം. അപ്പം യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ വന്നത്. അത് ഒരു പപ്പ് റൈഡറിൻ്റെ ദൂരാവിലാസങ്ങളാണ്. ഫ്രണ്ടിൽ നിന്ന് കാണിച്ചത് വണ്ടി നമ്പർ കാണിക്കണ്ട. പപ്പ് റൈഡർ എന്ന് മതിലിന്റെ മതിൽ സ്ട്രോങ് ആണോ നോക്കിയതാ. എന്റെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി സെറ്റപ്പ് ആട്ടത്. സത്യം ഒരു പ്രശ്നമില്ല. അപ്പോൾ
ഇതാണ് വണ്ടി ഇടിച്ച് പൊളിച്ചിട്ട് വണ്ടിയുടെ അത് ഒരു കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇച്ചിരി വളഞ്ഞത്, അവിടെ ഒരു ഇച്ചിരി ഇതുണ്ട്, മനസ്സിലായോ? അത് സൂപ്പർ ബിൽഡ് ക്വാളിറ്റി. കിയ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, നമ്മൾ കണ്ട കാരണം പറഞ്ഞാണ്. ഏത് അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും അങ്കമാലി വഴി പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ബൈ ഫോർ നൗ. ബൈ പറ.